കെപിസിസിയിൽ നേതൃമാറ്റ പുനഃസംഘടനാ ചർച്ചകൾക്ക് തുടക്കമിട്ട് എഐസിസി. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം അഭിപ്രായം ക്രോഡീകരിച്ച് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തുവരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് എഐസിസി നേതൃത്വം. വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും ചുറ്റിപ്പറ്റി മുഖ്യമന്ത്രി ചർച്ചകൾ നടന്നത് ഏറെക്കുറെ അപഹാസ്യമായി പോയി എന്ന വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായത്. അത്തരം ചർച്ചകൾക്ക് വഴിവെക്കരുത് എന്ന താക്കീത് എഐസിസി പ്രതിനിധി ദീപാദാസ് മുൻഷി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കെ സുധാകരനും വി.ഡി. സതീശനും തമ്മിലെ സ്വരച്ചേർച്ചയില്ലായ്മ പാർട്ടിയുടെ കെട്ടുറപ്പിനെ വലിയ തോതിൽ ബാധിക്കുകയാണ്. നേതൃത്വത്തിലെ അനൈക്യം പൊതുവേദിയിൽ ചർച്ചയാകുന്നതിലും രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനമുണ്ടായി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി പാർട്ടിയെ സജ്ജമാക്കേണ്ട വേളയിൽ നേതാക്കൾക്കിടയിലെ പടലപ്പിണക്കങ്ങൾ ചർച്ചയായാൽ വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് എഐസിസി നേതൃത്വം. ഐക്യം വിളിച്ചോതാൻ സംയുക്ത വാർത്താ സമ്മേളനം നടത്തണമെന്ന് തീരുമാനമെടുത്തെങ്കിലും അതുണ്ടായില്ല. ഈ ഘട്ടത്തിലാണ് നേതൃമാറ്റത്തെക്കുറിച്ച് ഗൗരവത്തോടെ എഐസിസി ആലോചിക്കുന്നത്. കേരളത്തിൽ തുടരുന്ന ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിൽ നേതാക്കളുമായി വെവ്വേറെ ചർച്ചകൾ നടത്തുകയാണ്. രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരെ പ്രത്യേകം വിളിപ്പിച്ച് അഭിപ്രായം ആരായുന്നു. നേതൃനിരയിലെ മുഴുവൻ പേരുടെയും അഭിപ്രായം തേടിയ ശേഷം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.